എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഥ ചതുർദശോധ്യായ, 14-ാം അധ്യായം. അർജുനാഗമനമാണ് ഈ കഥയിൽ ഈ ഭാഗം വിവരിക്കുന്നത്. സൂതൻ പറഞ്ഞു, ആത്മമിത്രമായ കൃഷ്ണനെയും ബന്ധുക്കളെയും കാണാനായി ദ്വാരകയിലേക്ക് പുറപ്പെട്ട അർജുനൻ മാസങ്ങൾ കഴിഞ്ഞിട്ടും മടങ്ങി വരാത്തത് കണ്ടപ്പോൾ യുധിഷ്ഠിരന് അത്യധികം ആധിയുണ്ടായി. ഈ സമയത്ത് ഹസ്തിനാപുരിയിൽ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾ യുധിഷ്ഠിരൻ കാണുകയുണ്ടായി. ഋതുധർമ്മങ്ങൾ വിപരീത ഗതിയോടുകൂടിയതായി തീർന്നു. കാലം രൗദ്രഗതിയെ പ്രാപിച്ചു. ക്രോധലോഭങ്ങൾ അസത്യം മുതലായവയ്ക്ക് കീഴടങ്ങി. മനുഷ്യർ പാപകർമ്മങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. കച്ചവടം കാപഢ്യം നിറഞ്ഞതായിത്തീർന്നു. സൗഹൃദങ്ങൾ വഞ്ചനയോടുകൂടിയതായിത്തീർന്നു. മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, ദമ്പതികൾ, സഹോദരന്മാർ തുടങ്ങിയവർ തമ്മിൽ കലഹമാരംഭിച്ചു. പിതാക്കൾ പുത്രിമാരെ വിക്രയം ചെയ്യാൻ തുടങ്ങി. പുത്രന്മാർ പിതൃക്കളെ സംരക്ഷിക്കാതായി. ബ്രാഹ്മണർ വേദം അധ്യയനം ചെയ്യാതായി. ശൂദ്രന്മാർ ബ്രഹ്മവാദികളായി വർത്തിച്ചു. ദിനം തോറും വർദ്ധിച്ചു വരുന്ന ഇത്തരം അധർമ്മവൃത്തികൾ കണ്ടിട്ട് യുധിഷ്ഠിരൻ ഭീമസേനനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഭീമസേന, കൃഷ്ണന്റെ ലീലാവിലാസങ്ങൾ അറിയുന്നതിനും ബന്ധുമിത്രാദികളെ കാണുന്നതിനും വേണ്ടി ഞാൻ അർജുനനെ ദ്വാരകയിലേക്ക് അയച്ചിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം എന്തുകൊണ്ടാണ് തിരികെ വരാത്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സ്വലീലാശരീരം ഭഗവാൻ ത്യജിക്കുവാൻ പോകുന്നുവെന്ന് നാരദമുനി പറഞ്ഞ കാലം ഇതുതന്നെയാണോ? നമ്മൾ സമ്പത്തും രാജ്യവും പത്നിയും ജീവനും കുലവും സന്താനങ്ങളെയും ശത്രുവിജയവും പുണ്യലോകങ്ങളെയും എല്ലാം നേടിയത് കൃഷ്ണന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ആകാശത്തും ഭൂമിയിലും ശരീരത്തിലുമെല്ലാം ദുർനിമിത്തങ്ങൾ കാണപ്പെടുന്നു. ബുദ്ധിഭ്രമവും ഭയവും ഉണ്ടാക്കുന്ന ദുർനിമിത്തങ്ങൾ നിരന്തരം കാണപ്പെടുന്നു. എൻ്റെ ഇടതു കണ്ണ്, ഇടതു കൈ, ഇടതു തുട മുതലായവ നിരന്തരം തുടിക്കുന്നു. എൻ്റെ ഹൃദയം വിറകൊള്ളുന്നു. ഇവ നമുക്ക് ആപത്ത് ആസന്നമായതിൻ്റെ സൂചന തന്നെയാണോ? പെൺകുറുക്കൻ വായിൽ തീയും വമിച്ചുകൊണ്ട് ഉദയസൂര്യനെ നോക്കി നിലവിളിക്കുന്നു. പട്ടികൾ യാതൊരു ശങ്കയുമില്ലാതെ എന്നെ നോക്കി നിലവിളിക്കുന്നു. കഴുത മുതലായവ എന്നെ പ്രദക്ഷിണം വയ്ക്കുന്നു. പശു മുതലായവ അപ്രദക്ഷിണം ചെയ്യുന്നു. കുതിരകൾ എന്നെ നോക്കി ചിനയ്ക്കുന്നു. മരണത്തെ വിളിച്ചറിയിക്കുന്നത് പോലെ നിലവിളിക്കുന്ന കാലൻകോഴിയും കാക്കയും കൂമലുമെല്ലാം അത്യധികമായ ഭയത്തെ ഉണ്ടാക്കുന്നു. പരിവേഷം, ഭൂകമ്പം, ഇടിമിന്നൽ മുതലായവ നിരന്തരം കാണപ്പെടുന്നു. ദിക്കുകൾ ധൂമ്രമയങ്ങളായി തീർന്നിരിക്കുന്നു. മാരുതൻ പൊടിപടലങ്ങൾ കൊണ്ട് നിരന്തരം അന്ധകാരം സൃഷ്ടിക്കുന്നു. മേഘങ്ങൾ ഭയങ്കരമായ വിധത്തിൽ രക്തം വർഷിക്കുന്നു. സൂര്യൻ പ്രകാശം നഷ്ടപ്പെട്ടവനെ പോലെ കാണപ്പെടുന്നു. ആകാശത്ത് ഗ്രഹയുദ്ധം നടക്കുന്നത് പോലെ കാണപ്പെടുന്നു. ആകാശവും ഭൂമിയും ഭൂതഗണങ്ങളെ കൊണ്ട് ജ്വലിക്കുന്നത് പോലെ കാണപ്പെടുന്നു. നദിയും തടാകങ്ങളും മനസ്സുമെല്ലാം ക്ഷോഭിച്ചിരിക്കുന്നു. നെയ്യൊഴിച്ചിട്ട് പോലും അഗ്നി ജ്വലിക്കുന്നില്ല. ഈ കാലം എന്തെല്ലാമാണാവോ വരുത്തി വയ്ക്കുക? തള്ളപ്പശുക്കൾ പാൽ ചുരത്തുന്നില്ല. കിടാങ്ങൾ പാൽ കുടിക്കുന്നുമില്ല. അവ കണ്ണീർ തൂകിക്കൊണ്ട് നിൽക്കുന്നു. കാളകൾ ചുണയെല്ലാം നശിച്ചു പോയതുപോലെ നിൽക്കുന്നു. ദേവപ്രതിമകൾ കരയുന്നത് പോലെയും ചലിക്കുന്നത് പോലെയും വിയർക്കുന്നത് പോലെയും കാണപ്പെടുന്നു. നാടും നഗരവും പൂരങ്ങളും ഉദ്യാനങ്ങളും ഖനികളും ആശ്രമങ്ങളുമെല്ലാം ശോഭയറ്റിരിക്കുന്നു. ഇപ്രകാരമുള്ള ദുർനിമിത്തങ്ങളെല്ലാം കാണപ്പെടുന്നത് ഭഗവാൻ കൃഷ്ണന്റെ പാദസ്പർശം ഭൂമിയെ വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. യുധിഷ്ഠിരൻ ഇപ്രകാരം ഖിന്നനായിരിക്കെ അർജുനൻ ദ്വാരകയിൽ നിന്ന് മടങ്ങിയെത്തി.
മുൻപില്ലാത്ത വിധം ദുഃഖിതനായിരിക്കുന്ന അനുജനോട് യുധിഷ്ഠിരൻ നാരദവാക്യത്തെ സ്മരിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: നമ്മുടെ മിത്രങ്ങളായ മധുക്കൾ, ഭോജന്മാർ, ദശാർഹർ, സാത്വതന്മാർ, അന്തകർ, വൃഷ്ണികൾ മുതലായവരെല്ലാം ദ്വാരകയിൽ സുഖമായിരിക്കുകയല്ലേ? നമ്മുടെ മാതാമഹനായ ശൂരസേനനും മാതുലനായ വസുദേവരും സഹോദരന്മാരുമൊക്കെ സുഖമായിരിക്കുകയല്ലേ? വസുദേവരും പത്നിമാരും ദേവകി മുതലായവരും പുത്രന്മാരോടും പുത്രഭാര്യമാരോടും കൂടി സുഖമായിരിക്കുകയല്ലേ? കംസന്റെ പിതാവായ ഉഗ്രസേനനും സഹോദരന്മാരും സുഖത്തോടുകൂടി ജീവിച്ചിരിക്കുന്നില്ലേ? ഹൃതികൻ, അക്രൂരൻ, ജയന്തൻ, ഗദൻ, സാരണൻ മുതലായവരെല്ലാം സുഖത്തോടുകൂടിയിരിക്കുന്നില്ലേ? യാദവപ്രഭുവായ ഭഗവാൻ ബലഭദ്രനും ശത്രുജിത്ത് മുതലായ യാദവ പ്രമുഖർക്കും സുഖം തന്നെയല്ലേ? യാദവരിൽ വെച്ച് മഹാരഥനായ പ്രദ്യുമ്നനും യുദ്ധവിശാരഥനായ അനിരുദ്ധനും സുഖത്തോടുകൂടിയിരിക്കുകയല്ലേ? സുഷേണൻ, ചാരുദേഷ്ണൻ, ജാമ്പവതീസുതനായ സാമ്പൻ, ഋഷഭൻ തുടങ്ങിയവരും മറ്റു കൃഷ്ണഭക്തന്മാരുമൊക്കെ സുഖമായിരിക്കുകയല്ലേ? ഭഗവാന്റെ അനുചരന്മാരായ ശ്രുതദേവൻ, ഉദ്ധവർ തുടങ്ങിയവരും സുനന്ദൻ, നന്ദൻ തുടങ്ങിയവരും രാമകൃഷ്ണന്മാരുടെ ബാഹുബലത്തെ ആശ്രയിച്ച് സുഖമായിരിക്കുകയല്ലേ? അവർ സ്നേഹത്തോടുകൂടി നമ്മുടെ ക്ഷേമം അന്വേഷിച്ചില്ലേ? ഭക്തവത്സലനും ബ്രാഹ്മണഭക്തനുമായ ഭഗവാൻ കൃഷ്ണൻ സുധർമാപുരിയിൽ സുഹൃത്തുക്കളോടുകൂടി സുഖത്തോടുകൂടിയിരിക്കുകയല്ലേ? ആദിപുരുഷനായ ഭഗവാൻ ഭക്തരക്ഷണാർത്ഥം യാദവ വംശമാകുന്ന സാഗരത്തിൽ അനന്താവതാരമായ ബലരാമനോടുകൂടി അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ ബാഹുബലം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാദവർ സ്വപുരിയിൽ വിഷ്ണു പാർഷദന്മാരെ പോലെ സന്തോഷത്തോടുകൂടി കഴിയുന്നു. ദേവന്മാരെ പോലും യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ഭഗവാനെ പൂജിച്ച് സത്യഭാമ മുതലായ 16,008 പത്നിമാരും ഇന്ദ്രപത്നിയായ ശചീദേവിക്ക് അനുയോജ്യങ്ങളായ ഭോഗസുഖങ്ങളെ അനുഭവിക്കുന്നു. ഭഗവാന്റെ ബാഹുബലത്തിൽ കഴിയുന്ന യാദവശ്രേഷ്ഠന്മാർ സുധർമ്മയെന്ന ദേവസഭയെ ഭയഹീനരായി അനുഭവിക്കുന്നു. അല്ലയോ പ്രിയാനുജ, നിന്റെ തേജസ് കുറഞ്ഞു പോയോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതിൻ്റെ കാരണമെന്താണ്? അവിടെ വളരെക്കാലം വസിച്ചതുകൊണ്ട് വല്ല അപമാനവും നേരിട്ടുവോ? വല്ല അനിഷ്ട പെരുമാറ്റങ്ങളോ വാക്കോ ഏൽക്കേണ്ടി വന്നുവോ? അർത്ഥിച്ചത് നൽകാമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് നൽകാൻ കഴിയാതെ വന്നുവോ? ശരണാഗതരായ ബ്രാഹ്മണരെയോ ബാലനെയോ പശുവിനെയോ വൃദ്ധനെയോ സ്ത്രീയെയോ രോഗിയെയോ മറ്റോ ശരണം നൽകാൻ ബാധ്യസ്ഥനായ നീ കൈവെടിഞ്ഞുവോ? അഗമ്യയായ സ്ത്രീയെ പ്രാപിക്കുകയോ ഗമ്യയെ കൈവെടിയുകയോ ചെയ്തുവോ? തുല്യരോടോ താഴ്ന്നവരോടോ പരാജയം നേരിട്ടുവോ? സൽക്കരിക്കേണ്ടവരായ കുട്ടികൾ, വൃദ്ധർ മുതലായവരെ അവഗണിച്ച് ഭക്ഷണം കഴിച്ചുവോ? അനർഹമായ വല്ല നിന്ദ്യകർമ്മങ്ങളും ചെയ്തു പോയോ? നിന്റെ ആത്മബന്ധുവും പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനുമായ കൃഷ്ണനെ വേർപെട്ടു പോന്നതുകൊണ്ടാണോ ഈ ദുഃഖം? മറ്റൊരു വിധത്തിലുമുള്ള ദുഃഖത്തിനും നീ അർഹനല്ല. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിര വിതർക്കോ നാമ ചതുർദശോധ്യായഃ. അങ്ങനെ 14-ാം അധ്യായം സമാപിച്ചു. ഇനി 15-ാം അധ്യായം അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.